എറിയടാ. പ്യാരിക്കുന്ന ട്യൂഷനില്ലേ? ഇല്ല. അതെന്താ ട്യൂഷൻ ഇല്ലാത്ത? ടീച്ചർ വന്നിട്ടില്ല. ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് പഠിക്കലടാ ചെയ്യാ. അതായത് ആ സമയം കൊണ്ട് ഇവിടെ ഒന്ന് കളിക്കുക ചെയ്യാ ആണാ? വീട്ടിൽ കയറി പോണം. നാണണ്ടടാ നിനക്കൊക്കെ. പോത്തുപോലെ പോന്നിട്ട് കളിക്കാൻ നടക്കാണ് കുട്ടികളെ. നമ്മളെ രാഘവേട്ടന്റെ കാര്യം അറിയാമോ? ഇതൊക്കെ എന്തേ? മൂപ്പര് ഫുൾ അടിയാണല്ലോ, പണിക്കൊന്നും പോലല്ലോ. അറിയാലോ. ഇപ്പൊ കല്യാണി എടുത്തില്ല അവരുടെ ഭാര്യ. പോലി രാത്രി പണിയും കയറി വാങ്ങിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് രാഘവട്ടം മീനും വാങ്ങി വരും. അപ്പൊ അന്നേരം ഇത് മുറിച്ച് കുറ്റിയുണ്ട് കണ്ടില്ല. അപ്പൊ ഇവര് രാത്രിയില് ഒരുത്തെ ഉറങ്ങാൻ കിടക്കുമ്പം രാഘവട്ടം മീൻ വാങ്ങിച്ചിരുന്നു കഴിഞ്ഞാല് ഇവർക്ക് മുറിക്കാൻ പറ്റുമോ? രാവിലെ എണീറ്റ് പണിക്കൊണ്ടിയല്ലേ. അപ്പൊ ഇന്നലത്തെ പ്രശ്നം വെച്ചാല് ഇന്നലെ ഇവര് ഈ ചെറിയ ചെമ്മീനില്ലേ ആദ്യം 9 മണിക്ക് നുള്ളിയിട്ട് കറി വെച്ച് കൊടുക്കാൻ നടക്കുന്ന കാര്യമാണ്. പെണ്ണുങ്ങളുടെ കാര്യം പോലെ ആലോചിക്കണ്ടേ? അപ്പൊ ഈ കല്യാണം എടുത്ത് എന്ത് ചെയ്ത് കുറച്ച് കൊഞ്ചം നുള്ളി ബാക്കി മൂപ്പര് എടുത്തിട്ട് നേരെ ബായന്റെ കുണ്ടയിലേക്ക് വലിച്ചൊരിട്ട് കൊടുത്തു. കാലക്കെണ്ണ രാഘവട്ടാടെ മൂത്രിക്കാൻ കുതിരനിക്കായിരുന്നു. മൂപ്പരെ കുഞ്ചിയിലാ പോയി വീണ്. അതെ കേട്ടിരിക്കല്ല, അത് വേറെയാ. മനുഷ്യനെ ഏത് നേരവും കൈമലിതാ കണ്ടിക്കണ. ഇതില്ലാണ്ട് കണ്ടിക്കണോണേ ചവിട്ടില് സാധനം. അടിപൊളിയാട്ടാ നമ്മള് രാഘവട്ടെ പോലെ. അതാ ഞാൻ പറഞ്ഞ മൂപ്പരാടെ കിടക്കുന്നു. ഇന്ന് കിടക്കുക. അതാ പീഡിയന്റെ പോലെ ചാർത്തിച്ച് കോളാക്കി വെച്ചിരിക്കാം. നമ്മുടെ പിന്നെ പ്യാരുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, മറ്റേ ആ ചെക്കല്ലേ ആ സ്കൂട്ടറിന്റെ മുകളിൽ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ പോണ ഒരു ചെക്കുണ്ടല്ലോ. എന്തിനാണ് അവന്റെ പേര്? എന്താ സുരേഷോ? അല്ല, സുരേഷല്ല, ജിനോ. ജിനോ ജിനോ. അപ്പൊ എന്തുണ്ടായി അറിയോ? നമ്മുടെ സുഗതേട്ടന്റെ പീടിയില്ലേ, ആ പീടിയുടെ മുമ്പിൽ വന്നിട്ട് ബന്റെ കുറച്ച് പെൺകുട്ടികളൊക്കെ അവിടെ ബസ് കയറാൻ കണ്ട് ബന്റെ ഒരു കസർത്താണ്ട് കാട്ടിയതാവൻ കെട്ടി മറിഞ്ഞങ്ങട് തല അടിച്ചിട്ട് ഈ ചക്ക ഹെൽമെറ്റും വെച്ചിട്ടില്ല. ചേക്കൻ അങ്ങോട്ട് കിടന്നിട്ട് ശ്വാസം കിട്ടാത്ത രീതിയില. അപ്പൊ ആൾക്കാരൊക്കെ പടങ്ങോട്ട് ഓടി വന്നു. എല്ലാരും കൂടി ഓടി വന്നിട്ട് ആരും കേൾക്കണ്ട,
അപ്പൊ ചെക്കന്മാരൊക്കെ കൂടി ഓടിങ്ങോട്ട് വന്നിട്ട് ഇവനങ്ങോട്ട് എടുക്കാൻ നോക്ക സുഖതേട്ടം ഇങ്ങോട്ട് വന്ന് നേരപ്പാലക്കട കമ്പി ഇങ്ങോട്ട് ഊരിയിട്ട് തൊട്ട് പോരുത് രോട്ടെണ്ണം തൊട്ട് പോരുത് അങ്കിങ്ങൾ അങ്ങോട്ട് മാറാൻ അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ പേടിച്ചിട്ട് എന്താ രോറ്റപ്പന്റെ സ്ഥിരം പരിപാടി അത്. അവ തന്നെ അങ്ങോട്ട് എണിച്ചാ പോട്ടെ, രോട്ടെണ്ണം തൊടരുത് പറഞ്ഞു. സംഗതി എന്താ നോക്കിയപ്പോ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് എണിക്കാൻ പറ്റില്ല. അപ്പൊ കയറുന്നത് തിരി തന്നെ. സംഗതി ആകെ ചോരയില് പടുകളെ തല അടിച്ചിട്ട് കൊണ്ട് ഇപ്പൊ ആശുപത്രിക്ക് എടുത്തോണ്ടേ എന്റെ കൂട്ടുകാരനെ അന്റെ കേക്കണ്ടേ അന്റെ കൂട്ടുകാരൻ ബൈക്കിന്റെ പോണ ആ ബൈക്കുമ്പോ പോണേക്കല്ലേ ജിനോ ഇല്ലേ ജിനോ? ചങ്ങായി കേക്കണ്ടോ? ജിനോ അല്ലേ? ഫ്രണ്ടാണ്. ആ ഫ്രണ്ടാണ്. എന്ത് ഫ്രണ്ട്? ഇവർക്ക് മനസ്സിലുണ്ട് എന്താ കാര്യം? അവൻ വീണു റോട്ടിലേ കെട്ടിമറിഞ്ഞ് വീണാവേ. ആ ചെക്കനെന്താ ബി പോസിറ്റീവ് ബ്ലഡ് വേണോ? നിങ്ങൾ ആരെങ്കിലും ബി പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആവശ്യം വന്നു തരേണ്ടി വരും കേട്ടോ. ഞാൻ ഒന്ന് പോവാ. ഞാനൊന്ന് ക്ലബിലൊന്ന് പറയാച്ചിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വരുക്കൂട്ടിയൊക്കെ എന്താ ചെക്കന്മാരുടെ സ്ഥിതി ശരി ഇപ്പൊ ചെവിന്ന് എടുക്കുമ്പോ പറഞ്ഞു തള്ളിട്ടോ. മനസ്സിലായിട്ടില്ല അവന് എന്താ ഉണ്ടായെന്ന് മനസ്സിലായിട്ടില്ല. ചങ്ങായി എന്താ കൂട്ടുകാരനാണ് കഥ ചങ്ങായിന്റെ കഥ. നിന്റെ അടുത്ത കൂട്ടുകാരൻ ജിനുവാണ് വീണ് പോയത്. വീണ് ആക്സിഡന്റ് ആയി. അല്ല കാര്യമില്ല. 3 ദിവസമായി ഞാനിങ്ങനെ കിടക്കുന്നു. നിങ്ങളെല്ലാം ചോദിച്ചു എന്തായാലും ഏതായാലും ചോദിച്ചു. ഇവനോ ചോദിച്ചില്ല. ചുറ്റുപാടുള്ള ഒരു കാര്യം അറിയല്ല. ചോദിക്കൂലോ മോനിത് കണ്ടാലേ. എന്താടാ ചേട്ടാ അറിഞ്ഞില്ല, അവിടെ കള്ളം കയറി. എവിടാ? അവിടെ ആ വീട്ടില് നമ്മുടെ രമേശന്റെ വീട്ടില് അണ്ട് പിടിച്ചാ? പിടിച്ച് മിസ്സായല്ല. കോഴിക്കൊക്കെ ഉണ്ട് അവിടെ. ആണാ? നിങ്ങളവിടെ പോലീസിനെ വഴി കാണിക്കാൻ. ഞാനൊന്ന് നോക്കട്ടെ. അതിന്റെ ബേക്കൽ കക്കൂസിൽ നോക്കി ഇവര് മാത്രമേ വേറെ ആൾക്കാർ ഇരുപ്പിന്റെ പൈപ്പിന്റെ അടുത്ത് കാലിന്റെ മുട്ട അടിച്ചു മാറ്റം ഈ കള്ളന്മാരുടെ. ആ കിട്ടി. പിന്നെ പെട്ടത്തില്ല വടക്കം കളരിയിൽ ഒരു പൂട്ട കൂട്ടിയായിരുന്നു. പിന്നെ കെട്ടിട്ട് മോലാലിനെ കെട്ടിട്ടാ മതിയെന്ന് പറഞ്ഞോണ്ടിരിക്കപ്പോ. ആ പിന്നെ നമ്മുടെ പടക്കം ഒരുത്ത പോവോ കൊടുക്കില്ലേ? പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് എളുപ്പത്തിൽ കട്ടിട്ട് പോകാന്ന് ചോദിച്ചു. അല്ല പവൻ എത്രാന്നറ വില? പവൻ എത്രാന്ന് വില? 4320. വീട്ടിലിരുന്ന് ഉറക്കം വരുന്നില്ല. അല്ലടാ പിടിച്ചോന്നില്ല അവര്. ഞാനെല്ലാ കുട്ടില്ല അവരെ. എവിടെന്നാ പിടിച്ചത്? എന്ത് പിടിച്ചത്? ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കായിരുന്നില്ലേ? എന്നെ വിളിക്കണ്ടേ? എന്താ പല കറണ്ട്? അല്ല ഞാൻ കണ്ടില്ല. ഇപ്പൊ വല്ലവരും എടുത്തോ? ചവിട്ടി 24 മണിക്കൂർ കാണുമോ? പിന്നെ അന്റെ അടുത്ത് അവിടെ വന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യം ഞാൻ പറഞ്ഞു. കേട്ടോ കേട്ടോ അന്റെ ചെവിനെ കൊണ്ട് അമിട്ട് തൊട്ട് ചെയ്യാറില്ല. ഇവിടെ കണ്ട വേളം നടന്നേ. ഞാൻ ഒറ്റക്ക് ഒരാള് നിന്നിട്ട് ഈ കള്ളന്മാരെ 2 പിടിച്ച് ഇവിടെ കെട്ടി ഓടിയിട്ട് ഞാന് ഇവിടെ വന്നിട്ട് ഇതൊക്കെ വേളം ഉണ്ടാക്കി ശബ്ദം കൂടി പോയി. എന്നിട്ട് ഈ അറിഞ്ഞോ വന്നിട്ട് ഹലോ ശ്വാസം കിട്ടൂല പോ. ഹലോ അല്ല പോലീസിനും കൂടെ വയ്യ ഒരാള് നിൽക്കേണ്ടി വരും. അത് ഒരു മിനിറ്റ്. ഞാൻ വിളിക്കാം ഇവിടെ നല്ല തിരക്കിലാണ്. ആ രണ്ടാള് ആയിക്കോട്ടെ. എന്താ അങ്ങോട്ട് ആരും നിൽക്കുന്നുണ്ടോ? ആര്? പോലീസിനും കൊണ്ട് വയ്യാൻ ചൊടിക്കാരും പോയിണ്ടോ? അത് പോകണ്ടേ? നമ്മുടെ ചക്രൊക്കെ ഉണ്ടല്ലോ. പോലീസ് വണ്ടി വരുന്നുണ്ട് പറഞ്ഞു. കാണാനും പറ്റിയില്ല. എന്താ പറഞ്ഞ അയച്ചു വിട്ട അയ്യ കാണിച്ചു തരുന്നു. അയ്യ കാണിച്ചു തരാം. എന്റെ കിട്ടിയത് ഓർമ്മ ചേർത്ത് മിണ്ടാ കുത്തിരുന്ന ചാടെ എന്താ അവന്റെ വാർത്ത നോക്ക്. ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിൽ ഇവിടെ വെല്ലയിലുണ്ടായിരുന്നോ?
ഈ കണ്ട ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ 2 കള്ളന്മാരെ പിടിച്ചു വല്ലതും അറിഞ്ഞിരുന്നോ? ഫോട്ടോ അന്നെ ഒന്നിനും കൊള്ളില്ല. ഈ ലോകത്തില്ല, ഈ ലോകത്തില്ലാത്ത ആളായി ഇതിന് പണിയെടുക്കാത്ത ഒരു ഫോട്ടോ എടുത്തോളൂ. ഒരു ഫോട്ടോ എടുത്തു അനക്ക് അതിനാ പറ്റുള്ളൂ. ഇവിടക്ക് നിക്ക്, എന്നാലും എല്ലാരും എടുക്കട്ടെ. അജ്ജ കള്ളനെ കാണല്ല കോയക്ക, കള്ളനെ കാണല്ല. ചേട്ടാ കെട്ടഴിക്കുകയാണെങ്കിലേ അത് ഇങ്ങനെ കാണിക്കായിരുന്നു ഈ സാധനം. റെഡി? ആ എല്ലാരും ചിരിച്ചോ, കള്ളൻ ചിരിക്കണ്ട. എടുത്തോ. ഓക്കെ ഓക്കെ മനസ്സിലായി. എനിക്ക് കാര്യങ്ങൾ ഇടപെടാത്തതിന്റെ അതിന്റെ കേട്ടോ. നാട്ടുകാരറിയണോ? എന്താ നായ്ക്ക വേന എടുക്കണ്ടല്ലേ? എടാ നിങ്ങളെ എന്താ വിചാരിച്ചായി? ഇതിന്റെ ഉള്ളിൽ നിന്ന് കൊട്ടക്കണക്കിന് സ്വർണ്ണം കായൊക്കെ എടുത്തോണ്ടോ വിചാരിച്ചില്ലേ നിങ്ങള്? എടാ 15 വർഷമായി അതിന്റെ ഉള്ളിൽ ആൾ താമസല്ല. എന്നോട് ഈ പേരെ പൊളിച്ച് മേയാൻ വേണ്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞാണ്. അതിന്റെ പട്ടിക ആ നാടും തല്ലി വീണ് ആ പട്ടി കുടിഞ്ഞിട്ടേ അങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റിയത് ഈ പാനെ. ആ എന്തായാലും ഈ പരിസരത്ത് നിന്ന് കളവ് കുറെ നടന്നിട്ട് ഒക്കെ തെളിയിക്കും നിങ്ങളെ 2 ആള് വെച്ചിട്ട്. അത് നോക്കോളി. പ്യാരി മോനെ, എന്താ എത്ര നേരായി പറയണത് കഴിക്കേ. ആ വരണു അവിടെ ഇരിക്കട്ടെ. നീ കഴിച്ചില്ലേ ഞാൻ അത് എടുത്തുകൊണ്ട് വെക്കും. വരാന്ന്. എത്ര അത് കഴിക്കാനേ. ആ കഴിക്കാത് എത്ര നേരം എന്തത് കഴിക്കുമ്പോഴല്ലേ ഒരു സൂര്യ 24 മണിക്കൂർ തന്നെ ഞാൻ കാണുക ചിരിക്ക. ഇതിപ്പോ അതിന്റെ അടിയില് മോനെ എടാ സത്യേട്ടാ സത്യേട്ടാ ഒന്ന് വേണമോ വിഷം കുടിച്ച് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ തുടയ്ക്കാൻ വെച്ചിരുന്ന ആ ലോഷൻ മേച്ചപ്പെടുത്ത് കുടിച്ചേ മോനെ. പോയേക്കാ എന്തെങ്കിലും ഒറ്റക്കിരിക്കുന്നേ എവിടെയാ? ഞാൻ നമ്മളെ കണാരട്ടന്റെ പൂഴ വരെ ഒന്ന് പോയി പണിക്കേൽപ്പിച്ചു ഓട് മാറ്റിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ 2 ദിവസമായി പറയാൻ ഇങ്ങനെ നേരെയില്ല.
ഓടൊക്കെ മാറ്റി കഴിഞ്ഞ ഓലൊക്കെ നല്ലത്. എന്താ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അതെ അതെ. അല്ല ഇപ്പോഴത്തെ തലമുറക്ക് ഇതൊന്നിട്ട് പ്രശ്നമല്ല കേട്ടോ. ഒരു മരം വെച്ച് പിടിപ്പിക്കണമെന്നോ പ്രകൃതി നന്നാക്കും. പുതിയ തലമുറയിൽ ഒരെണ്ണാണ് ഇപ്പൊ പോണത്. കഴുത്തിന് പറ്റിയെല്ലാം കൂടി ഇപ്പോ എന്താ അവന്റെ കസ്തി. ആ ഫോണിൽ തന്നെ നിക്കാണ്. ഇത് മനുഷ്യന്മാര് ബസ് എടുത്ത് കുടിച്ചില്ല. അറിഞ്ഞില്ലേ ഈ? അതറിഞ്ഞില്ലേ ഈ? കേട്ടിനല്ലോ. ആ വിഷം ഈ മൊബൈലിൽ അങ്ങോട്ട് പെട്ട പിന്നെ എന്താന്ന് ലോകമില്ലല്ലോ. അപ്പൊ എന്താ കക്കൂസ് കൈകാനുള്ള എന്താ ഒരു സാധനം അങ്ങനത്തെ എന്തോ ഒരു സംഗതി കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എടുത്ത് കുടിക്കണതിന് വരത്തെടുത്ത് കുടിച്ചിത്ര. എന്നിട്ട് ആകെ അങ്ങോട്ട് ഛർദിച്ച് ചാലാക്കായി. അതേമാതിരി ഇതില് വന്നു കഴിഞ്ഞാൽ ലോകല്ലേ ചക്കനെ. അല്ല ഞാൻ പറഞ്ഞ സത്യേട്ടനല്ലേ ഓലിക്കലൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അയാൾ തന്നെയാണ് ഈ ചെക്കനെ നശിപ്പിച്ചതേ. എല്ലാത്തിനും ഇങ്ങനെ ഒരു കളിക്കാൻ പോയാൽ അതിനും സമ്മതിക്കില്ല, വേറെ എന്തെങ്കിലും പോയാൽ സമ്മതിക്കില്ല. എല്ലാത്തിനും പിടിച്ചു വലിച്ചിട്ട് പഠിക്ക് 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 എന്ന് പറഞ്ഞിട്ട് അവസാനം വലിയ അറിവുണ്ടാക്കാൻ കൊണ്ടെന്ന് ഓർത്താപ്പത് ഈ മൊബൈല്. ഇപ്പൊ എന്താ ഈ സ്ഥിതി? അറിവുണ്ടായല്ലോ. ആ ഇതിപ്പോ ഓനിപ്പോ ഈ ചെറുപ്പത്തിൽ ഈ ബെൽറ്റ് ഇട്ട് നടക്കണ വന്നതിന്റെ ഗതികേട് എന്താ പറയാ എനിക്ക്? എന്തുകൊണ്ടറിയോ? നമ്മളിപ്പോ മൊബൈല് സാധാരണ എങ്ങനെ നോക്കുക? നമ്മളിപ്പോ സാധാരണ ഇങ്ങനെ നോക്കും. പക്ഷെ ശരിക്കും ഇതങ്ങനെ ഇരുന്ന് നേരെ നോക്കണത്ര. വേണ്ടെങ്കിപ്പോ ഇങ്ങനെ നോക്കി വിചാരിക്ക. എന്നാലും കുഴപ്പമില്ല. ഇവനെ എങ്ങനെ ഇരിക്കണ്ടോ? ഇങ്ങനെ ഇരിക്ക. അത് എങ്ങനെ എത്ര നേരം? 5-10 മിനിറ്റ് ഒന്നല്ല, മണിക്കൂറോളം ഇരിക്കുവാൻ. ആ ഒരൊറ്റ ഇരിപ്പിന് കിട്ടിയാണ് ഇപ്പൊ ആ മിഠായി. മനസ്സിലെ ഇപ്പൊ കഴുത്തില് ബെൽറ്റാ. എന്തെന്നാ പിറ്റേനൊക്കെ പറയാ ചെണ്ടോ? ഒക്കെ ലോകം മൊത്തം മാറിയേക്കണം. ആൾക്കാരുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയേക്കും. മാറ്റമില്ലാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ അതിപ്പോ വരെ ഉള്ളൂ. ഇതാ എടുക്കും. അവർക്കൊരു മാറ്റമില്ല. അന്നത്തെ മാതിരി തന്നെ എപ്പോഴും ഏതെങ്കിലും കാലത്ത് വന്ന് കിടക്കും, ഉറങ്ങാൻ പറ്റുമ്പോ ഉറങ്ങും, തിന്നാൻ കൊടുത്ത എന്തെങ്കിലും തിന്നും. മൊബൈൽ ഒന്നും ഇല്ല. സ്നേഹത്തിന് ഒരു കുറവില്ല കേട്ടോ. ഒരു ബിസ്ക്കറ്റ് കഷ്ണം ഇട്ടോക്കോ ഈ പാലാട്ടി പിന്നാലെ വരും. ആ നന്ദില്ലാത്ത നമ്മളെന്നെ മനുഷ്യന്മാരെന്നെ. മോനെ പ്യാരി പ്യാരി മോനെ ഇടയ്ക്ക് വയ്യടാ മോനെ മോനെ മണ്ടുമ്മേ 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 സത്യേട്ടാ സത്യേട്ടാ പ്യാരിയെ പ്യാരിയെ അമ്മ വീണെടുക്കണ അവിടെ എവിടാ? ഇങ്ങോട്ട് വാ. അച്ഛനോടെ അച്ഛൻ കണ്ടില്ല. അമ്മ അവിടെ വീണെടുക്കണേ. എവിടെ? നീ അമ്മനെ പിടിക്ക്. എവിടെ? ഇവിടെ കിടക്കണ അമ്മ. നോക്കാൻ പറ്റണ്ടേ? അമ്മ എടാ അമ്മയാണ് ഈ കിടക്കണത്. അമ്മനെ കാണാൻ പറ്റണ്ടല്ലോ. ചവിട്ടല്ലേ അമ്മനെ കാണാൻ പറ്റണ്ടല്ലോ. ഞാൻ രാഘവട്ടെ വിളിക്കാം. മൊബൈൽ എടുത്തു. ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം.
മണ്ടമ്മ വീണ് നടക്കണമെന്ന് പെട്ടെന്ന് കണ്ട് പേര് അതെയാ ഞാൻ വരണേ അമ്മ രാഘവേട്ട അമ്മ വീട് എന്റെ മുഖത്തോട്ടൊന്ന് നോക്കമ്മേ പോയി വാ, പോയി നോക്കാം. ഈ എന്തൊരാളാണ് പ്യാരിയെ ആ. ഈ അകത്ത് പോയിരുന്ന അമ്മ വീണ് ഞാൻ നടക്കണ കണ്ടില്ല, പോയി നോക്കാം. നിൽക്കി അങ്ങോട്ട് വരണ്ട് അച്ഛനെ വിളിച്ചു വരാം. വിളിക്കാം നമുക്ക് ആദ്യം അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഓടി ഓടി വാ എന്നെ ഒന്ന് നോക്കമ്മേ. ആരെയാണ് വിളിക്കണേ? എന്നെ ഒന്ന് നോക്കമ്മേ. ഇങ്ങോട്ട് മാറി മക്കളെ ഒന്ന് പിടിക്കണം മണ്ടുമ്പോ വീണ് നടക്കണം അമ്മ. നമുക്ക് ഹോസ്പിറ്റലിൽ